ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയാണ് ലൈവിൽ. അനിമോളും സാബ്മോനും ആര്യനുമാണ്. ഒരു കയറിൽ 3 പേരും ഒരു കൈ കൊണ്ട് പിടിക്കണം, അതാണ് ടാസ്ക്. അപ്പം ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനിമോളും ആര്യനും കിച്ചൺ ടീമാണ്. അനിമോൾ പറയുന്നിടത്തോട്ട് ആര്യന് പോകണ്ട, ആര്യൻ പറയുന്നിടത്തോട്ട് അനിമോളും പോകണ്ട. സാബ്മോൻ എവിടെ വേണേലും പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ഇപ്പം കിച്ചണിൽ അരി വെന്തിട്ടുണ്ട്. അപ്പം അത് ആ ചോറ് വാർക്കണം, വെള്ളം പോകാനായിട്ട് അവർക്ക് എടുക്കണം. അപ്പോൾ 2 പേരോട് ഒരേ കൈ കൊണ്ട് പിടിച്ച് അത് എടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെ 2 പേരോടെ കിച്ചണിലോട്ട് പോകുന്നുണ്ട്. പോയി അരി വാർക്കുമ്പം പുറകെ നിന്നിട്ട് നിവിനും അക്ബറും കൂടെ ആര്യനെ കണ്ണ് കാണിക്കുകയാണ്. കൈ വിടാനും കൈ വലിക്കാനൊക്കെ പറയുന്നത്. അനിമോൾ ഇതൊന്നും കാണുന്നില്ല. ഒരു കൈ കൊണ്ട് അനിമോൾ ചോറ് പിടിക്കുകയാണ്. ഒരു കൈ കൊണ്ട് ആര്യനും പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ആര്യനെ കണ്ണുകൊണ്ട് കാണിക്കുന്നത്, തള്ളിയിടന്ന് എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർ 2 പേരോട് ആക്ഷനിൽ കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആര്യൻ പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. കയറ് വലിക്കാനൊക്കെ ഇവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആര്യൻ അതൊന്നും ചെയ്യുന്നില്ല. സാബുമോൻ എന്താ പിടിക്കാത്തതെന്ന് നിവിൻ ചോദിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു, അവൻ ഫ്ലോർ ക്ലീനർ അല്ലേ, അവന് ചെയ്യേണ്ട കാര്യമില്ല. നിവിൻ അപ്പോൾ ചോദിക്കുന്ന, ആരാണ് വേറൊരാൾ കിച്ചൺ ടീമിലുള്ളത്? അപ്പം ലക്ഷ്മിയാന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ ലക്ഷ്മിയെ വിളിച്ചൂടെ? അപ്പം ലക്ഷ്മിയെ വിളിച്ച് ലക്ഷ്മി വന്ന് അപ്പം ലക്ഷ്മി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറ് ആര്യനും അനിമോളും കൂടെ പിടിച്ച് കൊണ്ടുവന്ന് അവിടെ ആ ഗ്യാസിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അനിമോൾ പറയുന്നു, ചോറ് താഴെ ഇടല്ലേ, നീ ടാസ്കിനെ കരുതി ചോറ് താഴെ ഇടല്ലേ, എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമാണെന്ന് അനിമോൾ പറയുന്നത്. അപ്പം അവരവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അനിമോൾ പറയുന്നത്, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന്. അപ്പോൾ ആര്യൻ പറഞ്ഞു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് പോകണം. അതെങ്ങനെ പോകും? ഞങ്ങൾ നിൽക്കുമ്പോൾ നീ എങ്ങനെ ടോയ്ലറ്റിൽ പോകും? നിങ്ങൾ വാ, എനിക്കറിയാം പോകാൻ, അതൊക്കെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അനിമോൾ അവരെ കൂട്ടിക്കൊണ്ട് ബാത്റൂമിൽ പോകുന്നു. പക്ഷെ അനിമോൾ ഡോറ് തുറന്നകത്ത് പോകുന്നുണ്ട്. അക്ബർ അവിടെ നിന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ല ഇങ്ങനെ ടോയ്ലറ്റിൻ്റെ വാതിലിൽ പോയി നിൽക്കാൻ, നിങ്ങളെന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? അത് അവൾ അവനകത്ത് കയറി ഇരിക്കുകയാണ്. എന്തൊരു പരിപാടിയാണ് അനിമോളെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആര്യൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത്, നിങ്ങൾ വിട്ടിട്ടല്ലേ, നിങ്ങളെന്തിനാ വിടാൻ പോയെന്ന് പറയുന്നത്. അനിമോൾ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം തിരക്കെന്ന് പറഞ്ഞിട്ട് അനിമോൾ വന്ന് ഡസ്റ്റ്ബിനിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അനിമോൾ പോകുന്നു. അവൻ ചോദിക്കുന്നത്, നീ ടോയ്ലറ്റ് പോയി ഞങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞ്, എന്തുകൊണ്ടെന്ന് ഞാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? എന്നിട്ട് അനിമോൾ പറയുന്നത്, ഞാൻ കയറി നിന്ന് വിട്ടില്ലല്ലോ, പിന്നെന്താ? എങ്കിൽ പിന്നെ മിണ്ടാതെ വാന്ന് പറഞ്ഞിട്ട് അനിമോൾ അവരെ കയ്യും പിടിച്ചുകൊണ്ട് ലിവിങ് റൂമിലോട്ട് പോവുകയാണ്. അനിമോൾ ശരിക്കും പറഞ്ഞാൽ വട്ടം ചുറ്റുമാണ് 2 പേരെയും. സാബുമോൻ പിന്നെ ഒരേ പടിതി തന്നെ, ഒന്നും മിണ്ടത്തില്ല, പുറകെ നടക്കുന്നു. ഒന്നും മിണ്ടുന്ന പോലും ഇല്ല സാബുമോൻ. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.